guys, welcome back to my channel Tales of Mobi. Hope you all are doing well. So ഇന്നത്തെ വീഡിയോ നമ്മൾ കാത്തിരുന്ന ഗീവ് അവേയുടെ മെയിൻ വീഡിയോ ആണ്. ഈ ഒരു വീഡിയോയിലൂടെ എങ്ങനെ ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, വിൻ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ഗിഫ്റ്റ് ആണ് കിട്ടുന്നത്, എന്നാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് തുടങ്ങി എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടത്തോടുകൂടി ഞാൻ തരുന്ന കുറച്ച് ഗിഫ്റ്റാണ് ഇതിലൂടെ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ കമ്മിങ് ടു ദ പോയിന്റ്, ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യണം എന്ന് ഓർത്തതല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗീവ് അവേ കൊടുക്കാൻ, അതായത് ഗിഫ്റ്റ് കൊടുക്കാൻ പ്ലാൻ ചെയ്ത കുറച്ച് ഐറ്റംസ് ഇനിയും വരാനുണ്ട്. ഇനിയും ഓർഡർ ചെയ്തത് എൻ്റെ കയ്യിൽ എത്തിയിട്ടില്ല. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ എൻ്റെ കയ്യിൽ എത്തിയ കുറച്ച് ഐറ്റംസ് ഞാൻ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് തരാനുള്ള ഗിഫ്റ്റുകൾ കുറച്ച് കാണിക്കുന്നുണ്ട്. കുറച്ച് ഐറ്റംസിൻ്റെയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതെൻ്റെ കയ്യിലേക്ക് എത്തിയിട്ടില്ല. അത് സംഭവം കിട്ടുമ്പോൾ ഞാൻ ഷോർട്സ് ആയിട്ട് എന്തായാലും ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓരോ പ്രൊഡക്റ്റ് കിട്ടുമ്പോഴും എല്ലാ പ്രൊഡക്റ്റും എത്തിയിട്ട് ഒരു ഫുൾ വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്ന ആളാണ് ഞാൻ. പക്ഷേ അതെല്ലാം കിട്ടിക്കഴിയുമ്പോൾ ഇനിയും ഒരുപാട് ഡിലേ ആയാലോ എന്ന് ഓർത്തിട്ടാണ് ഉള്ള ഐറ്റംസ് കാണിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ബാക്കി ഐറ്റംസ് കിട്ടുമ്പോൾ എന്തായാലും ഞാൻ പുറകെ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതിൽ കാണിക്കുന്ന ഗിഫ്റ്റ് ഏതാണ് ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് എന്ന് ഞാൻ തീരുമാനിച്ചില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു എനിക്ക് കുറച്ച് ഐറ്റംസ് കൂടെ കയ്യിലേക്ക് കിട്ടാനുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് യൂസ്ഫുൾ ആൻഡ് വർത്ത് ആയിട്ടുള്ള ഗിഫ്റ്റാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഫസ്റ്റ് കിട്ടിയാലും സെക്കൻഡ് കിട്ടിയാലും എങ്ങനെ കിട്ടിയാലും നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും. മാത്രമല്ല നമ്മൾ ഈ ഒരു ഗീവ് അവേയിലൂടെ 1 2 അല്ല 5 വിന്നേഴ്സിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. 5 വിന്നേഴ്സിനാണ് നല്ല കിഡിലൻ ഗിഫ്റ്റ് കിട്ടാൻ പോകുന്നത്. പിന്നെ ഈ ഒരു ഗീവ് അവേയുടെ റിസൾട്ട് നമ്മൾ അനൗൺസ് ചെയ്യുന്നത് നമ്മുടെ ചാനൽ 5K സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴാണ്. ഇപ്പം തന്നെ നമ്മുടെ ചാനൽ ഏകദേശം 3K സബ്സ്ക്രൈബേഴ്സ് ആവാറായിട്ടുണ്ട്. സോ നിങ്ങളൊന്ന് ആഞ്ഞു പിടിച്ച് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ നമ്മുടെ ചാനൽ എത്രയും പെട്ടെന്ന് 5K സബ്സ്ക്രൈബേഴ്സ് ആകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗിഫ്റ്റും കിട്ടും. അതുകൊണ്ട് പിന്നത്തേക്ക് വെക്കാണ്ട് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് ഗിഫ്റ്റ് എന്തൊക്കെയാണെന്ന് കാണാം. അപ്പോൾ ഞാൻ ഫസ്റ്റായിട്ട് കാണിക്കുന്നത് ഈ ഒരു ജേണലാണ്. നല്ല ഈസ്തെറ്റിക് ആൻഡ് വിൻറ്റേജ് വൈബൊക്കെ വരുന്ന ഒരു കിഡിലൻ ജേണലാണ് കേട്ടോ ഇത്. ഒരിടയ്ക്ക് ഇത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. ഇപ്പോഴും ട്രെൻഡൊന്നും കഴിഞ്ഞിട്ടില്ല. ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം അത്രയും അടിപൊളി ജേണലാണ്. അതിൻ്റെ ആ ഒരു ഔട്ട്ലുക്കും പുറമെയുള്ള ആ ഒരു കീ റാപ്പും പിന്നെ അതിൻ്റെ ക്വാളിറ്റി പേജസിൻ്റെ എണ്ണവും എല്ലാം അടിപൊളിയാണ്. ആ ഒരു പേജസിനെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ A4 പേപ്പറിനേക്കാളും നല്ലോണം കട്ടിയുള്ള നല്ല ക്വാളിറ്റി പേജസാണ് ഇതിൽ വരുന്നത്. ഒരുപാട് പേജസ് വരുന്നുണ്ട്. ഇതിൻ്റെ പുറമെയുള്ള ആ ഒരു ലെതർ റാപ്പിംഗ് ആണെങ്കിലും നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ്. അങ്ങനെ എല്ലാം കൊണ്ട് ഒരു 10 on 10 പ്രൊഡക്റ്റ് തന്നെയാണിത്. ജേണൽ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ഇനി ജേണൽ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്കിത് മെമ്മറി ആൽബം ആയിട്ടോ അങ്ങനെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അങ്ങനെ ഇതാണ് നമ്മുടെ ഒരു ഗിഫ്റ്റ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു M ലെറ്റർ ഉള്ള ഒരു ജേണൽ അല്ലെങ്കിൽ പ്ലാനറാണ്. ഇതുപോലത്തെ തന്നെ A ലെറ്റർ വെച്ചിട്ടുള്ള ഒരു പ്ലാനർ നമ്മൾ ഓൾറെഡി ഗിഫ്റ്റ് കൊടുത്തു. ഓൾറെഡി ഒരു ഗീവ് അവേ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലും ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നല്ല ക്വാളിറ്റി പേജസ് ഉള്ള ഒരു കിഡിലൻ പ്ലാനറാണിത്. ഈ പ്ലാനറിൻ്റെ പുറമെ M ലെറ്റർ എഴുതിയത് കൊണ്ട് തന്നെ M വെച്ച് പേരുള്ളവർക്ക് കിട്ടുന്നതായിരിക്കുമല്ലോ കുറച്ചും കൂടെ നല്ലത്. അതുകൊണ്ട് M വെച്ച് പേരുള്ളവർ എന്തായാലും ഇപ്പം തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്തിടുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും പ്രത്യേകം പറയണ്ടല്ലോ. അപ്പോൾ M വെച്ച് പേരുള്ളവരിൽ നിന്നും റാൻഡമായിട്ട് സെലക്ട് ചെയ്യുന്നവർക്കായിരിക്കും ഈ ഒരു ഗിഫ്റ്റ്. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് ഞാൻ കാണിക്കുന്നത് ഈ ഒരു യൂണിക്കോൺ തീമിലുള്ള ഒരു പൗച്ചാണ്. ഒരു പൗച്ച് എന്ന് പറഞ്ഞത് കുഞ്ഞു പൗച്ചല്ല, അത്യാവശ്യം നല്ല വലിയ പൗച്ചാണ്. നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള പൗച്ച് തന്നെയാണ് കേട്ടോ. പെൻ ഹോൾഡറായിട്ടും ഒരു മിനി നോട്ട്ബുക്കൊക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റുന്ന കൂട്ട് നല്ലോണം സ്പേസ് ഉള്ള നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഉള്ള പൗച്ചാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഗിഫ്റ്റ്. അങ്ങനെ നമ്മുടെ അടുത്ത ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു കോഫി തീമിലുള്ള പെൻ സെറ്റാണ്. 5 പീസാണ് ഇതിൽ വരുന്നത്. നല്ല സ്മൂത്ത് ഗ്രിപ്പും സ്മൂത്ത് റൈറ്റിങ്ങും ആണ്. പിന്നെ ഇതിൻ്റെ മഷി ബ്ലൂയിങ് ആണ്. 5 എണ്ണം വരുന്നുണ്ട്. ഞാനിത് വാങ്ങിച്ച് യൂസ് ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ഇതൊരു ഗീവ് അവേ ഗിഫ്റ്റായിട്ട് ഇൻക്ലൂഡ് ആക്കുന്നത്. നമ്മുടെ പണ്ടത്തെ ഈ നെക്കടി പേന എന്നൊക്കെ പറയില്ലേ, ആ ഒരു മോഡലിൽ ആ ഒരു തീമിലാണ് ഈ ഒരു 5 പേന ഉള്ളത്. ഈ 5ഉം കൂടെ ഒന്നിച്ച് സെറ്റായിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് തരുന്നത്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഒരു തീമും കളർ കോമ്പിനേഷനും ആ മെറ്റീരിയലും എല്ലാം അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഗിഫ്റ്റായിട്ട് വരുന്നത്. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു 2 മിനി ഫ്രെയിമാണ്. രണ്ടും ഒരാൾക്കാണ് കേട്ടോ. 4x4 സൈസിൽ വരുന്ന 2 ഫ്രെയിമാണ്. ഒരെണ്ണം ഒരു വുഡൻ ഫ്രെയിമും ഒരെണ്ണം ഒരു സിൽവർ ടച്ച് വരുന്നതുമാണ്. ഈ ഒരു ഫ്രെയിം ഡയറക്റ്റ് അല്ല നമ്മൾ കൊടുക്കുന്നത്. ആരാണോ വിന്നർ ആവുന്നത് അവരുടെ ഫോട്ടോ വെച്ച് കസ്റ്റമൈസ് ചെയ്താണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഗിഫ്റ്റ്. അപ്പോൾ ഇത്രയും ഗിഫ്റ്റാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നത്. ബാക്കി ഗിഫ്റ്റ് ഐറ്റംസ് എൻ്റെ കയ്യിലേക്ക് എത്തിയിട്ടില്ല. ഓർഡർ ചെയ്തിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു. അത് കിട്ടുമ്പോൾ എന്തായാലും ഞാൻ ഓരോ ദിവസം ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ മറ്റ് പ്രൊഡക്ട്സും കൂടെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഗീവ് അവേയുടെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന ആ ഒരു വീഡിയോയിൽ ഫസ്റ്റ് ആർക്കാണ് സെക്കൻഡ് ആർക്കാണെന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും ഏത് ഗിഫ്റ്റാണ് ഏതൊക്കെ പ്രൊഡക്റ്റ് ആണെന്ന് കൃത്യമായിട്ട് ഞാൻ അതിലൂടെ കാണിക്കുന്നതാണ്. ഇനി ഈ ഗിഫ്റ്റൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള റൂൾസ് മാത്രം ഫോളോ ചെയ്താൽ മതി. മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മൾ സബ്സ്ക്രൈബേഴ്സിനാണല്ലോ ഗിഫ്റ്റ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ
തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള ലോങ് വീഡിയോസിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ പേര് കമൻറ്റ് ബോക്സിൽ പറയുക. അത് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പാണ്. നെക്സ്റ്റ് ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും വഴി നിങ്ങൾക്ക് വിന്നർ ആവാനുള്ള ചാൻസ് കൂടുകയാണ് ചെയ്യുന്നത്. വിന്നറിനെ അനൗൺസ് ചെയ്യുന്നത് ഒത്തിരി ഡിലേ ആവും ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങളൊന്ന് ആഞ്ഞു പിടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചാനൽ എത്രയും പെട്ടെന്ന് 5K സബ്സ്ക്രൈബേഴ്സ് ആകും. അപ്പോൾ നമ്മൾ എന്തായാലും വിന്നറിനെ അനൗൺസ് ചെയ്യും. അപ്പോൾ വളരെ സിമ്പിൾ റൂൾസ് ആണ്. എന്തായാലും ഇപ്പോൾ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. വെറുതെ നിങ്ങളുടെ ഫോൺ യൂസ് ചെയ്തിട്ട് വീട്ടിലിരുന്ന് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ എല്ലാവരും എന്തായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.